100/3 ഇൻറ്റു 3n കുറയ്ക്കണം 3n-1 സമം 891 ആയാൽ എന്നിൻ്റെ വില കാണുക. നമുക്കിതിനെ 100 ഇൻറ്റു ഇതിൻ്റെ അടിയിലേക്ക് ഇത് എഴുതാം 3n/3. ഈ എഴുതിയ 100 ഇൻറ്റു 3n/3 എന്ന് എഴുതുന്നതും 100/3 ഇൻറ്റു 3n എന്ന് പറയുന്നത് ഒരുപോലെ തന്നെയാണ്. മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ഗുണിക്കുമ്പോൾ നമുക്ക് ഏത് ക്രമത്തിൽ വേണമെങ്കിലും എഴുതാമല്ലോ. മൈനസ് ഇതെന്തിനങ്ങനെ എഴുതി വെച്ചാൽ കൃത്യംഗ നിയമം ഉപയോഗിക്കാനാണ്. ഇത് അതുപോലെ എഴുതുക 3n-1 സമം 891. ഇനി x⁴m/x⁴n സമം x⁴m-n കൃത്യംഗ നിയമം. ഒരേ പാദസംഖ്യ ഹരണം വരുമ്പോൾ പാദസംഖ്യ എഴുതിയിട്ട് അംശത്തിൻ്റെ കൃതിയിൽ നിന്ന് ഛേദത്തിൻ്റെ കൃതി കുറച്ചാൽ മതി. അതുപോലെ ഇവിടെ x വന്ന പോലെയാണ് ഇവിടെ 3 ഒരേ പാദസംഖ്യയാണ്. ബൈ ഹരണചിഹ്നം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? എക്സ് എഴുതി. അതുപോലെ ഇവിടെ പാദസംഖ്യ എഴുതുക 3. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ 100 എന്ന് എഴുതണം. 100 ഇൻറ്റു 3 എന്ന് എഴുതിയിട്ട് എം കുറയ്ക്കണം n. അംശത്തിൻ്റെ കൃതിയിൽ നിന്ന് ഛേദത്തിൻ്റെ കൃതി കുറച്ചു. അതുപോലെ ഇവിടെ അംശത്തിൻ്റെ കൃതി എത്ര? n കുറയ്ക്കണം. ഛേദത്തിന് കൃതി ഇല്ല, അവിടെ കൃതി 1 ആണ് ഇവിടെ. അപ്പോൾ n-1 എഴുതാം. -3n-1 സമം 891. അതൊക്കെ അതുപോലെ എഴുതി. 100 ഇൻറ്റു 3n-1 കുറയ്ക്കണം. ഈ 3n-1 എന്ന് എഴുതിയിട്ട് നമുക്ക് അതിൻ്റെ കൂടെ ഇൻറ്റു 1 എന്ന് എഴുതാം. കാരണം ഏതൊരു സംഖ്യയും 1 കൊണ്ട് ഗുണിച്ചാൽ അത് തന്നെയാണ് വരിക. അപ്പോൾ നമുക്കിവിടെ ഒരു കണക്ക് ചെയ്യാൻ എളുപ്പത്തിന് ഈ 3n-1 കൂടെ ഇൻറ്റു 1 ഇട്ടു. സമം അപ്പുറത്ത് 891. ഇനി നോക്കൂ, ഇത് ഒരു പദം, ഇത് ഒരു പദം. ഇത് 2 ടേംസ് ആണ്. ഇതിൽ 2 കോമൺ ആയിട്ട് എന്താ വരുന്നത്? രണ്ടിലും പൊതുവായിട്ട് വരുന്നത്, രണ്ടിലുള്ളത് 3n-1 രണ്ടിലുണ്ട്. അപ്പോൾ അത് നമുക്ക് കോമൺ ഫാക്ടറായിട്ട് പുറത്തെടുക്കാം, പൊതു ഘടകമായിട്ട്. അപ്പോൾ രണ്ടിന്നും കൂടി 3n-1 കോമൺ ഫാക്ടറായിട്ട് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ എന്താ ഉള്ളത്? 100 എടുത്ത ചിഹ്നം കുറയ്ക്കണം. ഈ 3n-1 പുറത്തു പോയാൽ ബാക്കി 1 സമം 891. 3n-1 ഇൻറ്റു ബ്രാക്കറ്റ് ഇട്ട ഇൻറ്റു 100 1 കുറച്ചാൽ 99 സമം 891. ഇനി ഇൻറ്റു 99 നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം. കാരണം എന്നിൻ്റെ വിലയാണ് നമുക്ക് കാണേണ്ടത്. ഇൻറ്റു 99 അങ്ങോട്ട് പോകുമ്പോൾ ഹരണം വരും. അപ്പോൾ 3n-1 സമം 891/99. 3n-1 സമം ഇത് കൃത്യം 9 പ്രാവശ്യം പോകും. 9 ഇൻറ്റു 9 81, ശിഷ്ടം 8, 9 9 81 8 89. നമുക്കിനി ഇതിനെ 3n-1 സമം ഈ 9നെ 3² എന്ന് എഴുതാം. 3² എന്നാൽ 3 ഇൻറ്റു 3 9 കിട്ടും. ഇപ്പോൾ ഇതൊരു സമവാക്യമാണ്. ഇരുവശത്തും പാദസംഖ്യകൾ തുല്യം 3 3. അപ്പോൾ കൃതികൾ തുല്യമായിരിക്കണം. എക്സ്പോണൻസ് ഇവിടുത്തെ കൃതി എന്താ? n-1, ഇവിടുത്തെ കൃതിയോ 2. അപ്പം നമുക്കിത് എന്താ എഴുതാം? n-1 സമം 2. അപ്പം n എത്രയായിരിക്കും? 2 + 1. 2 + 1 എന്നിൻ്റെ വില 3.